ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ഒരു പോസ്റ്റർ കിട്ടി. നമ്മുടെ കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ വെനിസ്വേലയിൽ നിന്ന് ഇപ്പോൾ അമേരിക്ക അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ അവരുടെ മുൻ ഭരണാധികാരി, മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയുടെ ഒരു ചിത്രം, ആ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് അതിൻ്റെ മുന്നിൽ വച്ച രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ലഭിച്ചത്. എനിക്കറിയില്ല നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ അത്തരത്തിലൊരു പോസ്റ്റർ, അത്തരത്തിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയതാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പരതിയപ്പോൾ ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഒന്നൊഴിയാതെ, അത് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി രണ്ടാം മുണ്ടശ്ശേരി എന്നറിയപ്പെടുന്ന MA ബേബി മുതൽ, മരിയൻ അലക്സാൻഡ്രോ ബേബി മുതൽ ഇങ്ങ് ഏറ്റവും താഴെ തട്ടിലുള്ള നമ്മുടെ കിനാശ്ശേരിയിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം വരെ, അതിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ കിരാത നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തു വരികയാണ്. തീർച്ചയായിട്ടും അമേരിക്കയുടെ കടന്നുകയറ്റം എതിർക്കപ്പെടേണ്ടത് തന്നെ. എന്നാൽ മറ്റു ചില വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഈ മഡ്യൂറോ അമേരിക്കയുടെ കസ്റ്റഡിയിലായപ്പോൾ മുതൽ ഇവിടെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും ഈ കേരളത്തിൽ, ഈ കൊച്ചു തിരുവനന്തപുരം പട്ടണത്തിൽ പോലും എന്തിനാണ് ഈ ഇടതുപക്ഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് നമ്മുടെ മുൻ ധനമന്ത്രി CPM സൈദ്ധാന്തികൻ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പോസ്റ്റുകളാണ്. അദ്ദേഹം എന്തൊക്കെ കല്ലുവച്ച നുണകളാണ് പറയുന്നത് എന്ന് കേട്ടാൽ നമ്മൾ അമ്പരന്ന് മൂക്കത്ത് വിരൽ വയ്ക്കും. ഇവിടെ എന്തിനാണ് ഈ വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ അമേരിക്ക അറസ്റ്റ് ചെയ്തത്? ഈ ഉപരോധം ആണോ ഇവരെ തകർത്തത്? ഈ വെനിസ്വേല എന്ന് പറയുന്ന രാഷ്ട്രം സാമ്പത്തികമായി തകർന്ന്, പണപ്പെരുപ്പം കൂടി, വിലക്കയറ്റം രൂക്ഷമായി, സാമ്പത്തികമായി തകർന്ന്, ക്രമസമാധാനം തകർന്ന്, മയക്കുമരുന്നിൻ്റെ വിളനിലമായി മാറിയത് എങ്ങനെ? ഇതിൻ്റെ ചരിത്രം നമ്മൾ അറിയണ്ടേ കുറച്ചെങ്കിലും? സോഷ്യൽ മീഡിയയിൽ പാറിപ്പറന്ന് നടക്കുന്ന ഇടത് പ്രൊഫൈലുകളിലെ ഈ വെനിസ്വേലൻ പ്രചാരണം, വെനിസ്വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ മുതലക്കണ്ണീരൊഴുക്കൽ, അത് വാസ്തവത്തിൽ ഒരു വലിയ കള്ളമാണ്. ഈ വെനിസ്വേലയെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വെനിസ്വേല ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം, ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള ഒരു രാഷ്ട്രമാണ് എന്നാണ് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത്. ശരിയാണ്, ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള ഒരു രാഷ്ട്രമാണ് വെനിസ്വേല. ഞാനും അംഗീകരിക്കുന്നു. സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അവിടെ ഉണ്ട്, ഭൂമിക്കടിയിലുണ്ട്, അത് ഖനനം ചെയ്ത് എടുക്കാവുന്നതുമാണ്. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. സൗദി അറേബ്യയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ വളരെ പെട്ടെന്ന് സംസ്കരിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങളാക്കാം. പെട്രോളും ഡീസലും കുക്കിംഗ് ഗ്യാസും നമ്മുടെ LPGയും ഒക്കെ, ലിക്വിഡ് പെട്രോളിയം ഗ്യാസും ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. കാരണം ആ ക്രൂഡ് ഓയിലിൻ്റെ കട്ടി വളരെ കുറവാണ്. എന്നാൽ ഈ വെനിസ്വേലയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഒട്ടും തന്നെ ഗുണനിലവാരമില്ലാത്തതാണ്. വലിയ കട്ടിയുള്ള, അതായത് സാധാരണ സൗദി അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നോ ലഭിക്കുന്ന ക്രൂഡ് ഓയിലല്ല ഇത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വെനിസ്വേലയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിലിനെ സംസ്കരിക്കണമെങ്കിൽ അതിനകത്ത് സൾഫർ ധാരാളം കലർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൾഫറിനെ വേർതിരിച്ച് ഇതിനെ സംസ്കരിച്ചെടുക്കണമെങ്കിൽ അതിൽ മറ്റു പല രാസപദാർത്ഥങ്ങളും ചേർക്കണം. അങ്ങനെ ചേർത്ത് മാത്രമേ അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ പെട്രോളിയം പ്രോഡക്ട്സിൽ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന ടാർ എന്ന് പറയുന്ന, നമ്മുടെ ഈ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ ടാർ, ആ ടാർ വളരെയധികം കൂടുതലുള്ള ഒരു ക്രൂഡ് ഓയിലാണ് ഈ വെനിസ്വേലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ അതിനെ സംസ്കരിക്കാൻ രാസപദാർത്ഥങ്ങൾ ഇവർ അമേരിക്കയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതോടുകൂടി ഈ രാസപദാർത്ഥങ്ങളുടെ ലഭ്യത കുറഞ്ഞു. ഇനി എന്തിനാണ് അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയത്? സാമ്പത്തികമായി തകർന്ന വെനസ്വേല വലിയ രീതിയിൽ സ്വന്തം രാജ്യത്ത് മയക്കുമരുന്ന് ഉൽപ്പാദനം തുടങ്ങി. ഈ മയക്കുമരുന്നുകൾ അതിർത്തി കടത്തി അമേരിക്കയിലേക്ക് നിർബാധം ഒഴുക്കാനുള്ള ഇവരുടെ പരിശ്രമമാണ് അമേരിക്കയെ കൊണ്ട് ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അമേരിക്ക ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നില്ല, മറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾക്ക്, ഈ പറഞ്ഞതുപോലെ ചില രാസപദാർത്ഥങ്ങളുടെ ക്രയവിക്രയം, മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാർ, അതായത് വെനസ്വേലയിൽ നിന്നും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് അതിർത്തി കടന്ന് മതിയായ യാത്രാരേഖകളില്ലാതെ അതിർത്തി കടന്ന് ചെല്ലുന്നവരെ തടയാൻ വേണ്ടി അമേരിക്ക സ്വീകരിച്ച മാർഗങ്ങൾ എല്ലാം ഇവർക്ക് ദോഷമായി ഭവിച്ചു. എന്നാൽ വെനസ്വേല അപകടം മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചില്ല. എങ്ങനെ വെനസ്വേല സാമ്പത്തികമായിട്ട് തകർന്നു? ഈ എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് പ്ലാന്റുകൾ നവീകരിക്കുക, പുതിയ ഖനനത്തിന് വേണ്ടുന്ന, പുതുതായി ഖനനം നടത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഗവേഷണത്തിന് പണം മുടക്കുക, അതുപോലെയുള്ള ഈ ഉൽപാദന പ്രക്രിയ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഈ സർക്കാരുകൾ ചെയ്തില്ല. ഷാവോസിൻ്റെ കാലം മുതൽ 2003 മുതൽ കിട്ടുന്ന പണം മുഴുവനും ദൂർത്തടിച്ചു. ഫ്രീബീസ്, സൗജന്യങ്ങളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഇതാ തേനും പാലും ഒഴുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രീബീസ് ആയിരുന്നു, അവിടെ സൗജന്യങ്ങൾ ഇങ്ങനെ നിർബാധം കൊടുക്കുകയായിരുന്നു. ഫലമോ ആ രാജ്യം പതുക്കെ പതുക്കെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും പണപ്പെരുപ്പത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും ചെന്നെത്തി. വിലക്കയറ്റം വളരെ വളരെ രൂക്ഷമായി. ഇതാണ് വെനസ്വേലയെ തകർത്തത്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ഈ പ്രതിക്രിയാവാദവും അന്തർധാരയും കൊളോണിയൽ ചിന്താസരണിയും ഒന്നും പറയണ്ട. വളരെ ലളിതമായിട്ട് പറയാം. ലഭിച്ച പണം, ക്രൂഡ് ഓയിൽ വിറ്റ് കിട്ടിയ പണം പ്രത്യുൽപാദനപരമായി ഉപയോഗിക്കുന്നതിന് പകരം, പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അതിനെ ദൂർത്തടിച്ചു. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി, ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി സൗജന്യങ്ങൾ വാരിക്കോരി നൽകി. അതിൻ്റെ ഫലമാണ് ഇന്ന് വെനസ്വേല അനുഭവിക്കുന്നത്. ഇത് കേരളത്തിനൊരു മാതൃകയാണ്. കർണാടകയ്ക്കും തമിഴ്നാട്ടിനും ഇതൊരു വെല്ലുവിളി കൂടിയാണ്. അവരിത് വെനസ്വേല അനുഭവിച്ച ആ പാഠം, അതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി സൗജന്യം വാരിക്കോരി നൽകുന്ന ഏതൊരു സർക്കാരും തങ്ങളുടെ വരും തലമുറയോട് ചെയ്യുന്നത് ഏറ്റവും വലിയ അനീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിവിടെ 2003 മുതൽ ഷാവോസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടങ്ങിവെച്ച ഇത്തരം പരിപാടികൾ, ഈ ഗിമ്മിക്കുകൾ, അത് പിന്നാലെ വന്നവരും വളരെ വ്യാപകമായി ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് വെനസ്വേല തകർന്നു തുടങ്ങിയത്. മാത്രമല്ല, മയക്കുമരുന്ന് കൃഷി ചെയ്ത് അത് ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്കും മറ്റും കയറ്റി അയക്കാൻ അത് വലിയൊരു മാഫിയ തന്നെയായി മാറി. നോക്കൂ, ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫലം? അതിനെ തടയാൻ അമേരിക്കയ്ക്ക് പരിശ്രമിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ കടുത്ത നിലപാടുകളിലേക്ക് പോയത്. അങ്ങനെ ഈ പറയുന്നത് പോലെ വെനസ്വേലയെ ഏകപക്ഷീയമായി ഉപരോധത്തിലാക്കുകയായിരുന്നില്ല അമേരിക്ക ചെയ്തത്. മറിച്ച് അവർ വളരെ നയപരമായി, മാനുഷികമായിട്ടൊക്കെ പ്രവർത്തിച്ചു നോക്കി. അതിലൊന്നും വിജയിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് തയ്യാറെടുക്കേണ്ടി വന്നത്. അത് ഈ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം 2017 ശേഷം അവിടെ അരാജകത്വമാണ് വെനസ്വേലയിൽ അരങ്ങേറിയത്. അവിടെ തോന്നുന്നത് പോലെയായിരുന്നു ഭരണം. ഈ പറയുന്നത് പോലെ ചൈനയുടെ സഹായത്തോടുകൂടി, പിൻബലത്തോടുകൂടി ചൈന ഇവരുടെ എണ്ണ വാങ്ങിയിരുന്നു. പക്ഷേ ഈ ക്രൂഡ് ഓയിൽ ഈ രീതിയിൽ സംസ്കരിച്ച് അവർക്ക് തന്നെ വിൽക്കാമായിരുന്നു. അവരത് ചെയ്തില്ല. ആ ക്രൂഡ് ഓയിൽ സംസ്കരണത്തിന് വലിയ
പരിശ്രമം വേണ്ടിയിരുന്നു, ഈ പറഞ്ഞതുപോലെ വലിയ മിഷണറികൾ വേണ്ടിയിരുന്നു, അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം വേണ്ടിയിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പ്രയോജനം അവർക്ക് നേടാൻ ആകുമായിരുന്നത്. എന്നാൽ അതിനൊന്നും ശ്രമിക്കാതെ അവർ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള അരാജകത്വം അവിടെ നടമാടി. അതിന് ഈ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ജനങ്ങളുടെ പിന്തുണ. അവിടുത്തെ ജനങ്ങൾ എല്ലാം മറന്ന് സർക്കാരിനെ പിന്തുണയ്ക്കണം എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ അവിടെ സൗജന്യങ്ങൾ വാരിക്കോരി നൽകി. ഇതാണ് വെനസ്വേലയെ തകർത്തത്, സാമ്പത്തിക അരാജകത്വത്തിലേക്ക് വെനസ്വേലയെ നയിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ രാജ്യം നിലനിൽപ്പിന് വേണ്ടി പോരടിക്കുകയാണ്. ഇന്ന് അവിടുത്തെ ജനം, നമ്മുടെ മന്ത്രി തോമസ് ഐസക്കും മുൻ മന്ത്രി തോമസ് ഐസക്കും ഇപ്പോഴത്തെ മന്ത്രി പി രാജീവും ഒക്കെ പറയുന്നത് കേട്ടാൽ വെനിസ്വേലൻ ജനത മുഴുവനും തെരുവിലിറങ്ങി ട്രംപിനെതിരെ, അമേരിക്കയ്ക്കെതിരെ വലിയ പ്രക്ഷോഭം നയിക്കുകയാണ്. അവർ ഇപ്പോൾ അമേരിക്കയെ ആക്രമിക്കും, അമേരിക്ക മൂക്കും കുത്തി വീഴും എന്നൊക്കെയാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അവിടുത്തെ ജനത 60-70% വരുന്ന ആൾക്കാർ, ആ ജനതയിലെ ആൾക്കാർ തെരുവിലിറങ്ങി നൃത്തം വയ്ക്കുകയാണ്. മഡ്യൂറോയുടെ ഭരണം അവസാനിച്ചതിൽ സന്തോഷിച്ച് അവർ തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ആ രാജ്യത്ത് എന്താണ് സംഭവിച്ചത് എന്ന്. എന്നാലും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിന് കണ്ണു തുറക്കാൻ കഴിയില്ല. അവർ ആ പഴയ കാല ചെയ്തികളിൽ നിന്ന് ഒട്ടും തന്നെ മോചിതരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. ഓരോ വിവരങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ സ്വയം അപഹാസ്യരായി തീർന്നിരിക്കുന്നു എന്ന്. ഈ നേതാക്കൾ ഇനി എന്തൊക്കെ കല്ലുവെച്ച നുണ പറഞ്ഞാലും ശരി, നിങ്ങളെ പൊളിച്ചെടുക്കാൻ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ സത്യം പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ രാപകൽ ഭേദമന്യേ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം. അതുപോലെ പണ്ടത്തെ പോലെ അസത്യം, ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ 3 തവണ ലോകം ചുറ്റി വന്നിരിക്കും എന്നൊരു പഴയ ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ നിങ്ങൾക്ക് ഇനി അന്വർത്ഥമാക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നുണ ലോകം ചുറ്റണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സത്യം പുറത്തു വന്നിരിക്കും. അത് സോഷ്യൽ മീഡിയയുടെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതും തിരിച്ചറിയപ്പെടേണ്ടതാണ്. ഇവിടെ വെനിസ്വേലയ്ക്ക് സംഭവിച്ച അപകടം കേരളത്തിനും തമിഴ്നാടിനും കർണാടകത്തിനും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കർശനമായ സാമ്പത്തിക നിയന്ത്രണത്തിൽ, അച്ചടക്കത്തിൽ തന്നെയാണ് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടത്. അതാണ് വെനിസ്വേല പഠിപ്പിക്കുന്ന പാഠം.